ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 8 മുതൽ. ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടു കിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ പ്രഭാതത്തിൽ തമ്പുരാന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈശോയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകൾ കൊണ്ട് സമ്പന്നമാണ്. അതിൽ ആദ്യത്തേത് കാണാതാകുന്ന ആടിൻ്റെ ഉപമയാണ്. രണ്ടാമത്തേത് കാണാതാകുന്ന നാണയത്തിൻ്റെ ഉപമയാണ്. മൂന്നാമത്തേത് അകന്നു പോകുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും അഹങ്കാരം കൊണ്ടും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിൻ്റെ ഉപമയാണ് ഇവ മൂന്നും. ഈ സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഉപമകളെ നിറച്ചു വച്ചിരിക്കുമ്പോൾ അതിൽ ഒരു ഉപമ മാത്രം നമ്മുടെ ചിന്തയ്ക്ക് നമ്മളിന്ന് വിഷയമായി എടുക്കുകയാണ്. കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളും നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതാണ്. പാവപ്പെട്ടവരുടെയും ആലംബഹീനരുടെയും ദരിദ്രരുടെയും
വിജാതിരുടെയും സുവിശേഷമെന്ന് ലൂക്കാ സുവിശേഷം അറിയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മറ്റു സുവിശേഷങ്ങൾ കൊടുക്കാത്ത വലിയ പരിഗണനയും ശ്രദ്ധയും ചില കാര്യങ്ങൾക്ക് ലൂക്കാ സുവിശേഷകൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ട്. നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷത്തെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. നാണയത്തിൻ്റെ ഉപമയാണത്. 10 നാണയങ്ങളിൽ ഒന്നാണ് നഷ്ടപ്പെടുന്നത്. 1 10 തുല്യമാകുന്ന ഒരു വിശേഷപ്പെട്ട കാര്യമായി ഇത് മാറ്റപ്പെടുകയാണ്. വിയറ്റ്നാമിൽ തടവിൽ കഴിഞ്ഞിരുന്ന കർദിനാൾ വാൻ തുവാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് മാർപ്പാപ്പയെ ധ്യാനിപ്പിച്ച അവസരം നമ്മൾ ഓർക്കുന്നുണ്ടാകും. അദ്ദേഹം തൻ്റെ പീഡനങ്ങളുടെ കാലഘട്ടത്തെ പുസ്തകക്കുറിപ്പുകളാക്കി മാറ്റിയപ്പോൾ അതിനകത്ത് ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നു. അതിനുള്ളൊരു കാരണം എൻ്റെ ദൈവത്തിന് കണക്കറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ കർത്താവിന് കണക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ആ ക്രിസ്തുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണമായി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നത് ഈ 3 ഉപമകളാണ്. 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെടുമ്പോൾ 99നെയും അവിടെ വിട്ടിട്ട് ഒന്നിൻ്റെ പിറകെ പോകുന്ന ദൈവത്തിൻ്റെ ചിത്രം അത്ഭുതപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കണക്കിൽ 99ഉം 1ഉം ഒരേപോലെയാണ്. 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെടുമ്പോൾ 9 ഉണ്ടല്ലോ, ഒന്നല്ലേ പോയുള്ളൂ എന്നുള്ള ചിന്തയല്ല. നഷ്ടപ്പെട്ട ആ ഒന്നും ചേർത്ത് വയ്ക്കാനാണ് പരിശ്രമം മുഴുവനും. 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെടുമ്പോൾ ഒരുവൻ കൂടെയുണ്ടല്ലോ എന്നുള്ള ആശ്വാസമല്ല, മറിച്ച് ഇറങ്ങിപ്പോയവന് വേണ്ടി കാത്തിരിക്കുന്നതാണ് സ്നേഹമെന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു. കണക്കറിയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ സുവിശേഷം മുഴുവനും. നഷ്ടപ്പെട്ടതിന് കൂടെയുള്ളതിനേക്കാൾ വില കൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ചിന്ത ഈ പ്രഭാതത്തിൽ നമ്മളുമായി പങ്കുവയ്ക്കപ്പെടുകയാണ്. കൂടെയുള്ളതിനേക്കാൾ മൂല്യം നഷ്ടപ്പെട്ടതിനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യമാണ്. എല്ലാത്തിനെയും എന്നേക്കുമായി തള്ളിക്കളയാനും അല്ലെങ്കിൽ എഴുതിത്തള്ളാനുമുള്ള പ്രവണതകൾക്ക് നേരെയാണ് ഈശോയുടെ മനോഹരമായിട്ടുള്ള സുവിശേഷം. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സുവിശേഷമാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു അപജയം, കൂടെയുള്ളതിന് മൂല്യം കൂടുതൽ കൊടുക്കുകയും നഷ്ടപ്പെട്ടതിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതുകയും ചെയ്യുന്നിടത്ത് കൂടെയുള്ളതിനും നഷ്ടപ്പെട്ടതിനും ഒരേ മൂല്യമാണെന്ന് നമ്മളെ ഈശോ പഠിപ്പിക്കുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കഥയാണ് നമ്മളുമായി ഈശോ സംസാരിക്കുന്നത്. 10 നാണയങ്ങളുള്ള ഒരു പ്രത്യേകതരം ആഭരണത്തെക്കുറിച്ചാണ് അവിടെ സൂചന. യഹൂദരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ശിരസിൽ വിവാഹ ആഭരണമായിട്ട് അണിയുന്ന ഒന്നായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഒരു നാണയമാണ് അവൾക്ക് നഷ്ടപ്പെടുന്നത്. വേവലാതിയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ ചിന്തകളിലൂടെ അവൾ കടന്നു പോകുമ്പോൾ അവൾ അങ്ങനെ അലസിയായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവൾ ചെയ്യുന്ന 2 കാര്യങ്ങളെ നമ്മളിന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. തൻ്റെ നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യം അവൾക്കുണ്ടാകുന്നു. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഓർമ്മ അവളെ അലട്ടുന്നു. നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനെങ്കിലും തേടി ഇറങ്ങണമെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം ഞാൻ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ ഞാൻ അപൂർണയാണ് എന്നുള്ള വലിയ ബോധ്യം നമ്മളിൽ നിറയണം. എങ്കിൽ മാത്രമേ തേടി ഇറങ്ങാനുള്ള ഒരു കൃപ, ഒരു ആർജവം, ഒരു ധൈര്യം നമുക്കുണ്ടാവുകയുള്ളൂ. അതൊരു പക്ഷെ നമ്മുടെ സ്നേഹബന്ധമായിരിക്കാം, അതൊരു പക്ഷെ നമ്മുടെ വിശുദ്ധിയായിരിക്കാം,
അതുമല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഐക്യമായിരിക്കാം, അല്ലെങ്കിൽ ദൈവകൽപ്പനകൾ അടിയുറച്ചുള്ള നമ്മുടെ ജീവിതക്രമമായിരിക്കാം. അത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളെ വേട്ടയാടുമ്പോഴാണ് നമുക്ക് തേടിയിറങ്ങാനും അന്വേഷിച്ച് കണ്ടുപിടിക്കാനും കഴിയുകയുള്ളൂ. ഈ സ്ത്രീ തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. അവൾ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി. പ്രിയമുള്ളവരെ, നമ്മുടെ നഷ്ടം എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നഷ്ടപ്പെട്ടത് എവിടെയും ആയിക്കൊള്ളട്ടെ, ഞാൻ ആദ്യം ചെയ്യേണ്ട കർമ്മം ഒരു വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പരത്തുക എന്നുള്ളതാണ്. വെളിച്ചമെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. വിളക്ക്, വെളിച്ചം, അത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു പിറന്ന പാതിരാവിൽ ഒരു നക്ഷത്രം ഉദിച്ചുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ക്രിസ്തു മരിച്ചു വീണപ്പോൾ നാടെങ്ങും അന്ധകാരത്തിൽ ആണ്ടുപോയി എന്നും വചനം സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ വിളക്കാണ്, ആ വെളിച്ചമാണ് നമ്മൾ കൊളുത്തേണ്ടത്. ക്രിസ്തുവിനെ കൂടെ നിർത്തിയുള്ള, ഈശോയുടെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ അന്വേഷണങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനുള്ള ആദ്യത്തെ പോംവഴിയെന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ അന്വേഷണങ്ങൾ ഫലപ്രാപ്തിയിൽ എത്താതെ വരുന്നതിനുള്ള കാരണം, നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാതെ പോകുന്നതിനുള്ള കാരണം ഈശോയെ കൂടാതെയുള്ള നമ്മുടെ അന്വേഷണമായിരിക്കാം. വിളക്ക് കൊളുത്തുക, ഈശോയെ കൂടെ നിർത്തുക, ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുകയും അന്വേഷിച്ചിറങ്ങുകയും ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിളക്ക് കൊളുത്തണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അഗ്നി അണഞ്ഞു പോയിട്ടുണ്ടാകാം. ദൈവ സാന്നിധ്യത്തിൻ്റെ വിളക്കുമരം എന്നേക്കുമായി കെട്ടുപോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ ആ ധാരണകളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. വിളക്ക് കൊളുത്തി ഞാൻ എൻ്റെ ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ, ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തെ കാണാൻ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതിനെ ഞാൻ വീണ്ടെടുക്കുകയാണ്. രണ്ടാമതായി, ഈ സ്ത്രീയുടെ ഉപമ നമുക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള സന്ദേശം, അവൾ അന്വേഷിക്കുന്നതും തേടിയിറങ്ങുന്നതും അവളുടെ വീടിനകത്താണ്. പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെടുന്നത് പലതും എവിടെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് വിലപിടിച്ചത് പലതും കൈമോശം വന്നിട്ടുള്ളത്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നമ്മുടെ വീടിനകത്താണ്, നമ്മുടെ കുടുംബങ്ങൾക്കാണ്, കുടുംബത്തിനുള്ളിലാണ്, കുടുംബ ബന്ധങ്ങളിലാണ് എന്ന് മറക്കാതിരിക്കാം. നമ്മുടെ വീട്ടകങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെ ഈ നിമിഷം ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതൊരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളുടെ സ്വരച്ചേർച്ചയായിരിക്കാം, വിശുദ്ധിയായിരിക്കാം, നന്മയായിരിക്കാം. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വീടിനകത്താണ്. വീടടിച്ചു വാരി അതിനെ ഒന്ന് വെടിപ്പാക്കിയെടുക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് നമുക്ക് തന്നെ നഷ്ടം വന്ന, നമുക്ക് തന്നെ കൈമോശം വന്ന നമ്മുടെ പ്രിയപ്പെട്ട ചില കാര്യങ്ങളെയാണ്. അവയെ തേടിയിറങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ദൈവത്തിൻ്റെ മനസ്സ് അതെന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, തെറ്റുപറ്റാം, കാലിടറാം, വഴികളിടയ്ക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഇടറി വീണു പോയിട്ടുണ്ടാകാം. സ്വാഭാവികമാണ്. നഷ്ടം സ്വാഭാവികമാണ്. നഷ്ടപ്പെടുക എന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്വേഷിച്ചിറങ്ങുകയും തേടി കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നത് ദൈവികമായിട്ടുള്ള ഒരു കർമ്മമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മക്കളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വിശുദ്ധിയെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിത കൃപകളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഒരു വിളക്കിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നമുക്ക് നഷ്ടപ്പെട്ടത് മറ്റെവിടെയുമല്ല. പിന്നെയോ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ വീട്ടകങ്ങളിലാണ്, വീടിനുള്ളിൽ തന്നെയാണ്. അത് ബന്ധമായാലും സ്വന്തമായാലും എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് മറക്കാതിരിക്കാം. അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഇടറിയ നിമിഷങ്ങളെയും പതറിപ്പോയ സമയങ്ങളെയും ഓർത്ത്
കർത്താവിൻ്റെ തിരുമുമ്പിൽ അനുതാപത്തോടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മളെ വാരിപ്പുണരുന്ന, നമ്മളെ സ്വന്തമാക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുകയാണ്. നഷ്ടപ്പെട്ടു പോയവൻ്റെ സ്ഥാനം കർത്താവിൻ്റെ തോളിലാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നഷ്ടപ്പെട്ടു പോയ ആടിനെ അവൻ തോളിലേറ്റിയാണ് തിരികെ കൊണ്ടുവരുന്നത്. നഷ്ടപ്പെട്ടു പോയ മകനെ ഹൃദയത്തോട് ചേർത്താണ് അവൻ പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന ആ പിതാവായ ദൈവത്തെ കാണാതെ പോകരുത്. നമ്മുടെ സ്ഥാനം അവൻ്റെ ഹൃദയത്തിലാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ആ സ്നേഹമുള്ള പിതാവ്, ആ സ്നേഹമുള്ള ഈശോ നമ്മുടെ സന്നിധിയിൽ വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഇവിടെ തെളിയുമ്പോൾ, കർത്താവേ, അനുദപിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങളും ഇതാ നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മളെ തേടിയിറങ്ങി, നമ്മളെ കണ്ടെത്തി, വാരിപ്പുണർന്ന് സ്വന്തമാക്കിയവനെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. കർത്താവേ, വഴിതെറ്റിയവനെ അന്വേഷിച്ചിറങ്ങുന്ന നിന്റെ കാരുണ്യത്തിന്, നിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അങ്ങയെ ആരാധിക്കുന്നു. മകനേ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? മകളെ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകയായി നീ പോയതെവിടെ? തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നിതാ നിൻ സ്നേഹപിതാവു ഞാൻ. മകനേ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? ഈശോയിലേക്ക് നോക്കി നമുക്ക് പാടാം. മകളെ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകയായി നീ പോയതെവിടെ? കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുമ്പോൾ മനോഹരമായൊരു ചിത്രത്തെ നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാം. അത് നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിയിറങ്ങുന്ന ഇടയൻ്റെ ചിത്രമാണ്. നഷ്ടപ്പെട്ടതിനെ തോളിലേറ്റി നല്ല ഇടയനായി ഈശോ കടന്നു വരുന്നൊരു രംഗം പലയിടങ്ങളിൽ ചിത്രമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കർത്താവേ, അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും അഹങ്കാരം കൊണ്ടും ആ വലിയ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയിട്ടുണ്ട്. പക്ഷേ തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഇന്നത്തെ സുവിശേഷം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ തേടി ഇറങ്ങുമ്പോൾ, ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ പലതിനെയും കണ്ടെത്തുന്നു. നീ തന്നെയും ഞങ്ങളെ കണ്ടെത്തിയത് അങ്ങനെയാണല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ എവിടെ ഓടി ഒളിച്ചാലും നമ്മൾ ദൈവം കാണുന്നുവെന്ന് നമുക്ക് മറക്കാതിരിക്കാം. കരുണയ്ക്ക് വേണ്ടി നമുക്ക് നിമിഷം യാചിക്കാം. തെറ്റ് ചെയ്ത്, പാപം ചെയ്ത് അകന്നുപോയ നമ്മളെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്കോർക്കാം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. കർത്താവേ, നീ ഞങ്ങളെ തേടി വന്നുവല്ലോ. സക്കേവൂസിനെ വിളിച്ചിറക്കി
അവൻ്റെ വീട്ടിൽ വിരുന്നുണ്ട്. അവനെ അബ്രാഹത്തിൻ്റെ മകനാക്കി മാറ്റിയ അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തേടി കണ്ടെത്താനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി തേടി ഇറങ്ങിയ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അന്വേഷിച്ചിറങ്ങുന്ന ആ കർത്താവിൻ്റെ കാരുണ്യത്തെ നമുക്ക് നിമിഷം ഓർക്കാം. അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും അഹങ്കാരം കൊണ്ടും അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവത്തെ മറന്ന് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെയും നമ്മുടെ ആഗ്രഹങ്ങളിലൂടെയും മാത്രം സഞ്ചരിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പാടാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എൻ്റെ ജീവിതം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. എൻ്റെ വഴികൾ എനിക്ക് സ്വന്തമാണ്. എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഞാൻ എൻ്റേതാണ്. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും ഉരുവിട്ട് നമ്മൾ പോയിട്ടുണ്ടാകാം. ദൈവത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ അകന്നുപോയിട്ടുണ്ടാകാം. അനുദപിക്കുന്ന മനസ്സോടെ തിരിച്ചു വരുന്ന ധൂർത്തപുത്രനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വന്നുകൊണ്ട്, കർത്താവേ, എന്നെ നീ സ്വീകരിക്കണമേ, അങ്ങയുടെ ദാസന്മാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ കണക്കാക്കണമേ എന്ന് കരുണയോടെ നമുക്ക് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അപ്പൻ്റെ സ്നേഹത്തെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? അമ്മയുടെ വാത്സല്യത്തെ ഞാൻ മറന്നുപോയോ? കൂടപ്പിറപ്പുകളുടെ സ്നേഹത്തെ ഞാൻ വേണ്ടെന്ന് വെച്ചോ? ജീവിത പങ്കാളിയെ മറന്ന് ജീവിച്ചിട്ടുണ്ടോ? കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളെ ഞാനിന്ന് ഓർമ്മിപ്പിച്ചെടുക്കുന്നു. എൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളും എൻ്റെ സ്നേഹമില്ലായ്മയും ഞാനെന്ന ഭാവവും ഒത്തിരിയേറെ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കി. നമുക്ക് എളിമയോടെ ആയിരിക്കാം. തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കുറവുകളിലും ഞങ്ങളുടെ വേദനകളിലും ഇല്ലായ്മകളിലും പോരായ്മകളിലും കർത്താവേ, നീ കരുണയായിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്കൊരിക്കൽ കൂടി പാടാം. കരുണയായിരിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഈശോയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. നഷ്ടപ്പെട്ടു പോയ നമ്മളെ കണ്ടെത്തുന്ന നിമിഷം, നമ്മളെ സ്വന്തമാക്കുന്ന നിമിഷം. നമ്മുടെ അരികിൽ ക്രിസ്തുവുണ്ട്, ഈശോയുണ്ട്.
ദിവ്യ കാരുണ്യനാഥനുണ്ട്. ആ ഒരു ചിന്തയോടെ അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്കൊരിക്കൽ കൂടി അവിടുത്തെ ആരാധിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന. യേശുവേ, ആരാധന. നമ്മളെ സ്വന്തമാക്കുന്ന അവിടുത്തേക്ക് ആരാധന. ആരാധന, ആരാധന, ആരാധന. ചേർന്ന് പാടാം. യേശുവേ, ആരാധന. ആരാധന, 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 ആരാധന. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഇന്നത്തെ ദിവസത്തെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ലോകത്തിനു വേണ്ടി മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടിയുമുള്ള പ്രാർത്ഥനയായി നമ്മുടെ ദിവസത്തെ നമുക്ക് മാറ്റാം. കർത്താവേ, മഹാവ്യാധിയിൽ നിന്ന്, വലിയ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ നീ നേടിയെടുക്കണമേ. ഞങ്ങളെ സ്വന്തമാക്കണമേ. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയായി നമ്മൾ നഷ്ടപ്പെട്ടവനായിരിക്കാം, പക്ഷേ വീണ്ടെടുക്കാൻ കർത്താവ് വരും. ഒന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവൻ നമ്മളെ തേടി ഇറങ്ങുന്നവനാണ്. നമ്മളെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനാണ്. കണ്ടെത്തി കഴിയുമ്പോൾ സന്തോഷിക്കുന്നവനാണ്. ആ ദൈവത്തിന് മുമ്പിൽ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ശിരസ്സ് കുനിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും